മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഹൊറർ ഫീലിംഗ് ആണെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്ന സീൻസൊക്കെയാണ്. കാരണം തിയേറ്ററിൽ നല്ല പേടിച്ചു പോകും. അതേ രീതിയിലുള്ള ക്ലൈമാക്സ് എല്ലാം നന്നായിട്ടുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് നല്ല സ്പീഡാണ് ശരിക്കും. പിന്നെ അമിച്ചക്കാരത്തിൽ അതുപോലെ തന്നെ മോശ, പിന്നെ ആരതി നായർ, ഏനാക്ഷി ഇവരുടെയൊക്കെ പെർഫോമൻസ്, സുധീഷ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നല്ലൊരു ഹൊറർ ഫീലിംഗ് മൂവിയാണ്. രണ്ടേകാൽ മണിക്കൂറിൽ കണ്ടിരിക്കാൻ പറ്റും. വശം ഉപയോഗിച്ചിട്ടില്ല. അത് കോൺഫിഡൻസ് മാത്രമല്ല, ഏതൊരു ചിത്രവും നമ്മൾ മാറ്റി വെച്ചാൽ എല്ലാ ആഴ്ചയും 4-5 സിനിമ നമ്മൾ എത്ര മാറ്റി ചെയ്യപ്പെട്ടാലും മാറ്റി വയ്ക്കപ്പെട്ടാലും ഏത് നല്ലതാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായും പ്രേക്ഷകർ വന്ന് കാണും. അതിപ്പോൾ എത്ര 10 ചിത്രം ഇറങ്ങിയാലും ആ ഒരൊറ്റ ചിത്രം വിജയിക്കണമെങ്കിൽ അത് മതി. അപ്പം ചിത്രത്തിൻ്റെ ഗ്യാപ്പ് നോക്കി ഇനിയുള്ള കാലത്ത് പടം റിലീസാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇറക്കുക, പടം നല്ലതാണെന്ന് ഇഷ്ടപ്പെട്ട മോക്കപ്പിളിച്ചിട്ടുള്ള കയറിയും പോയി. ഈ ഒരുപാട് ബജറ്റ് കൂട്ടി ചെയ്യുന്ന അത് കഥയ്ക്ക് അനുസൃതമായിട്ടുള്ളതായിരിക്കും. ഇപ്പം നമ്മുടെ ഇറങ്ങിയ തെലുങ്ക് പടം, തമിഴ് പടം, മലയാളം തന്നെ ബിഗ് ബജറ്റ് മൂവിയുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ ഓണത്തിനിറങ്ങിയ പടങ്ങൾ വലിയ ഇഷ്ടമാണെന്ന് തന്നെ വലിയ ഓവർ ബജറ്റൊന്നുമില്ല. പക്ഷേ പ്രേക്ഷകർക്ക് പ്രമേയം ഇഷ്ടമായി. തിരക്കഥയിലും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല പ്രമേയമാണെങ്കിൽ നല്ല രീതിയിൽ മേക്ക് ചെയ്താൽ വലിയ ആർട്ടിസ്റ്റ് താരബാഹുല്യമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഹിറ്റാവും. അത് സൂപ്പർ സ്റ്റാർ പടങ്ങളൊന്നുമില്ല. മീഡിയം ആർട്ടിസ്റ്റ് ആണെങ്കിലും അപ്പം കഥയുടെ ഭാഗം നോക്കിയാണ് ഇഷ്ടമാകുന്നത്. അതായത് കഥ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നു എന്ന് പടം കയറി എന്താ പറയുക, എഡിറ്റിങ് മ്യൂസിക് ഇതിന് അനുരുദ്ധാണ്. ഫസ്റ്റോടെ എൻഡിങ് ഒരു തിയേറ്ററിൽ ഭയങ്കര പ്രകമ്പനം കൊള്ളിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. NTRൻ്റെ ഓഫ്കോഴ്സ് പെർഫോമൻസ് RRRൊക്കെ ആ ഒരു വൈബ് തന്നെ NTR ഇതിൽ തരുന്നുണ്ട്. പിന്നെ കളർ ഗ്രേഡിങ്, ഡാർക്ക്നെസ് ഉണ്ട്, VFX ആണെങ്കിലും എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ കണ്ടിരിക്കാൻ പറ്റിയ NTRൻ്റെ വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം. വയസ്സായ ആളുകൾ, വയസ്സായ ആളുകൾ എന്നൊക്കെ പറയുന്നത് ആൻഡ് മ്യൂസിക് ട്രെൻഡിങ് മ്യൂസിക് അമിതും ജെലിബോട്ടും മോശമായിട്ട് ഉണ്ടാവുക. ക്ലാസിക്കൽ ഡാൻസ്, മ്യൂസിക്, വിനോസ് സിനിമ എന്ന ബിസിനസ് എങ്ങനെ പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചേരുവകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പഠനം കൂടെയാണ്. പിന്നെ ഒരു ഷോ കഴിഞ്ഞിട്ട് ഞാൻ അമിതിനോട് ഇതിനു മുമ്പ് അത്രയുടെ കമ്മീഷനുണ്ട്. അമിത് നല്ല ആർട്ടിസ്റ്റാണ്. അതിന് നമുക്ക് നമ്മുടെ സൈറാബാനു എന്നുള്ള പടത്തിലാണ് നമ്മൾ ഏറ്റവും ആദരിച്ചിട്ടുള്ളത്. സോ ഇന്ത്യൻ ആർട്ടിസ്റ്റ് ബെന്നി ഫോട്ടോയിൽ കണ്ടു. അപ്പം റിയലിസ്റ്റിക് സിനിമകളിൽ അവരിലാണ് ഇതിലും ബെന്നിയുടെ ആ എലമെൻറ്റുകളും പടത്തിലുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. കണ്ടില്ല, അങ്ങനെ കാണുന്നു. എനിവേസ് ഇത്തരം ഈ ജനറലുള്ള സിനിമകൾ മറ്റൊരു സിനിമകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇഷ്ടിൻ്റെക്കാളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു പരിപാടി വർക്കാവുന്നത് തന്നെയായിരിക്കും. എനിക്ക് ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടമായിരുന്നു. കുറച്ച് എൻഗേജിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കഥ പറഞ്ഞു വരുന്ന എനിക്ക് ഒരു താമസം പോലെ എനിക്ക് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ളത് വെച്ചാൽ എനിക്ക് അതായത് അത് നമ്മുടെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, 2 ഏജ് ചെയ്യുന്ന എനിക്ക് സുഖം. സസ്പെൻസും സിനിമ തുടങ്ങുന്നതും തീരുന്നതും നമ്മളിലാവുന്നു നോക്കുന്ന സന്തോഷം.